തലമറയ്ക്കുന്നത് രണ്ട് സമയത്താണ്. ഒന്ന് ബാങ്ക് വിളിക്കുമ്പോഴും, രണ്ട് ഉസ്താദിനെ കാണുമ്പോഴും. പണ്ട് ഉസ്താദന്മാരെ കാണുന്ന സമയം പെണ്ണുങ്ങളുടെ ഒരു ഈമാൻ കാണാൻ തലമറയ്ക്കും. ഇപ്പൊ ഉസ്താദാണ് മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നില്ല, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു നാണമില്ലാതെ പോകുന്നു. ഇങ്ങനെ നടക്കാൻ ലജ്ജയില്ല. ഇന്ന് തൊടുന്നത് ഇതൊക്കെ പറയുമ്പോ ഇന്നത്തെ യുവതലമുറ പരിഹസിക്കും, കളിയാക്കോവർ. എന്താ സിറാജ് നിങ്ങളൊക്കെ പറയണേ? നിങ്ങളൊക്കെ പറയുന്നത് എന്താ? നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ദുനിയാവിൽ ജീവിക്കാൻ പറ്റുമോ? അതൊക്കെ വല്ല വനത്തിലും പോയി ജീവിക്കണ്ടേ? വല്ല കാടിനകത്ത് പോയി ജീവിക്കണ്ടേ? നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഹറാമ് കാണാതെ, ഹറാമ് കേൾക്കാതെ, ഹറാമ് പറയാതെ എങ്ങനെ ജീവിക്കും? എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും ഒന്നും പാപമല്ലാത്ത കാലമാ. ഇന്നത്തെ കുട്ടികൾ പറയുന്ന ഉസ്താദേ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം സുഖിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുവതലമുറ ആസ്വദിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ പടച്ചവനെ വീഡിയോ എടുത്ത് നോക്കടോ, ഫർദയിട്ട എന്റെയോ പെൺകുട്ടികൾ. അവർക്കിന്ന് തലമറയ്ക്കുന്നത് ഇഷ്ടമല്ല സഹോദരാ, തലമറയ്ക്കുന്നത് ഇഷ്ടമല്ലടോ. എന്റെ പെങ്ങളോട് പറയുന്ന, മോളെ തലമറച്ചില്ലെങ്കിലും ഔറത്തെങ്കിലും ഒന്ന് മറയ്ക്കുമോളെ. നീ അതാ പുറത്ത് കാണിക്കാൻ പാടില്ലാത്ത നിന്റെ ഔറത്തെങ്കിലും പടച്ചവനെ മുഴുവനും ഔറത്താണ്. നീ തലമറച്ചില്ലെങ്കിലും പെങ്ങളെ, ബാക്കിയുള്ളതെങ്കിലും ഒന്ന് മറയ്ക്കാനുള്ള മനസ്സ് കാണിക്ക്. ചെറുപ്പക്കാരാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, അടിച്ചു പൊളിക്കാനുള്ളതല്ല, തോന്നുന്നത് പോലെ തോന്നിമാസിയെ പോലെ ജീവിക്കാനുള്ളതല്ല. ഈ ജീവിതം അല്ലാഹു തന്നതാണ്, ഈ ജീവിതം അല്ലാഹു തന്നതാണ്. ആസ്വദിക്കാനുള്ള ജീവിതമല്ല, അടിച്ചു പൊളിക്കാനുള്ള ജീവിതമല്ല. അല്ലാഹു തന്ന ജീവിതം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കാനുള്ളതാണ്. നീ അടിമയാണ്, അല്ലാഹു യജമാനനാണ്. യജമാനനായ പടച്ച റബ്ബ് പറയുന്നത് പോലെ വേണം ഞാനും നിങ്ങളും ജീവിക്കാൻ. അങ്ങനെ ജീവിച്ചാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അങ്ങനെ ജീവിച്ചാലേ ഈമാനുള്ള മരണം കിട്ടൂ. അല്ലാതെ തോന്നിവാസികളെ പോലെ മതിമറന്ന് ആസ്വദിച്ച് നടക്കുന്ന യുവത്വമേ, ഉസ്താദേ നിങ്ങളൊക്കെ എത്ര പറഞ്ഞാലും ഞങ്ങൾ നന്നാകൂല, ഞങ്ങൾ മാറൂല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ആസ്വദിച്ചോ ചെറുപ്പക്കാരാ, അടിച്ചു പൊളിച്ചോ പെങ്ങള്. എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിച്ചോ, തുണി ഉരിഞ്ഞിട്ട് നടന്നോ. ചോദിക്കാനും പറയാനും ആരുമില്ല. പറയുന്നവനെ ട്രോളുന്ന കാലമാണ്, പറയുന്നവനെ പരിഹസിക്കുന്ന കാലമാണ്. എങ്കിൽ എന്റെ മുസ്ലിം പെങ്ങളെ, മോളെ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. കാലിൽ കിടക്കുന്ന